നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ജനുവരി മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ജനുവരി മാസം മുതൽ അവർക്കും പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരുപാട് വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകളെല്ലാം കണ്ടിട്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് ഗ്രൂപ്പിലും അറിയിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഗവൺമെൻറ്റിൽ നിന്നുള്ള പെട്ടെന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഇപ്പോൾ കറക്റ്റായി തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നുണ്ട്. 2-3 മാസങ്ങൾക്കപ്പുറം നിയമസഭ ഇലക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. ഇപ്പോൾ 2000 രൂപയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാർ പെൻഷൻ പണം കൂട്ടിയതോടുകൂടി തന്നെ പല കാര്യങ്ങൾക്കും സർക്കാർ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീട്, ഭൂമി മുതലായ എല്ലാ കാര്യങ്ങളും അവിടെ സ്ഥിതിയിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലമുണ്ട്. ആ സത്യാമൂലം നിർബന്ധമായും കൊടുക്കുക. അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാമൂലമാണ്. അതുപോലെ തന്നെ അത് ഈ ഡിസംബർ 30 മുമ്പ് തന്നെ എല്ലാ ആളുകളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി വാർഡ് മെമ്പർമാർ മുഖേനയും മറ്റു കാര്യങ്ങളും അറിയിച്ചിരുന്നു. അങ്ങനെ നിർദ്ദേശം ലഭിച്ച ആളുകൾ ഈ ഡിസംബർ 30 മുമ്പ് തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരും മസ്റ്റിംഗ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വീടിൻ്റെ അളവ് 2000 സ്ക്വയർ ഫീറ്റ് മേലെ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകൾ, ചിലപ്പോൾ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ മക്കളോ മറ്റാളുകളോ വീടെടുത്താലും നമ്മുടെ പേരിലായിരിക്കും ആ വീടിന് നികുതി മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ അളവ്. 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഭൂമിയാണെങ്കിൽ അവർക്കും ഇനി പെൻഷൻ ജനുവരി മുതൽ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഡിസംബർ 9 ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കതിൽ അപ്പീലുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ മുഖേനയോ മറ്റോ നമ്മൾ അപേക്ഷ പഞ്ചായത്തിൽ കൊടുക്കുക. ഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കാർഷിക ആവശ്യങ്ങൾ കൂടി ഉപയോഗിക്കുന്ന ഭൂമിയാണ്, PN കിസാൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞാൽ മതിയാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിന് പുറമെയാണ് പണം അക്കൗണ്ടിൽ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ പാൻ കാർഡ് കട്ടാവുകയും അതുമൂലം നമ്മുടെ പെൻഷൻ വരുന്ന അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ആവുകയും ചെയ്യും. നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡിലും ആധാർ കാർഡിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലും ഒരേ രൂപത്തിലുള്ള പേരുകളാണെന്ന് ഉറപ്പുവരുത്തുക. ബാങ്ക് അക്കൗണ്ടിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആധാർ കാർഡുമായി കൊടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ 10 വർഷത്തിലധികമായി ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ ഫോട്ടോ, പാൻ കാർഡ്, ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി ചെന്ന് ബാങ്കിൽ കൊടുത്ത് KYC പൂർത്തിയാക്കുക. എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസംബർ മുമ്പ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് വരാറുണ്ട്, അക്ഷയയിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി മറ്റുമെല്ലാം പറഞ്ഞ്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെടാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ കാണിക്കുന്ന, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണിക്കുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസം വെറും 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും അതിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടി വരിക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ അതിൽ കറക്റ്റായി നിങ്ങൾക്ക് ഗൈഡ് ലൈൻ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.